ഹേ ഗായ്സ് ഫണ്ട 2.0 പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഗായ്സ് ഇന്ന് നമ്മൾ ആരൊക്കെയാണ് ഞാനും നാദിയും ആസിഫും കൂടി നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊടുത്ത കാറ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു തെറ്റ് പറഞ്ഞായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ സെറാമിക് കോട്ട് ചെയ്യുന്നെന്നാണ് പറഞ്ഞത്. പക്ഷേ സെറാമിക് അല്ല, ഗ്രാഫീൻ കോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു മിസ്റ്റേക്കാണ്, അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോവുകയാണ്, ബസ്സിലാണ് പോകുന്നത്. നല്ല മഴയൊക്കെ ഉണ്ട്, മഴയൊക്കെ പെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ പോവാം. പോടാ പക്ഷേ വല്ലതും പറയടാ. ആരും മിണ്ടൂല. എൻ്റെ ചെറുക്ക ഹംദാൻ ഉണ്ടായിരുന്നെങ്കിൽ അപ്പം വാ തോരാതെ സംസാരിച്ചുകൊണ്ട്. ഹംദാനില്ല. ഹംദാന് ഇന്നലെ രാത്രി അവൻ്റെ കൂട്ടുകാരൻ്റെ പാലാച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയി അർമാദിച്ചിട്ട് രാവിലെ വന്ന് കിടക്കുകയാണ്. അവനെ വിളിച്ച് അവന് വയ്യാന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ മൂന്നിനും കൂടെ പോവുകയാണ് എടുക്കാൻ. ഒന്നാദ്യം എന്തായാലും വണ്ടിയുടെ അവസ്ഥ നല്ല രസമുണ്ടെന്നാ. എന്താ പറയടാ, ഇന്ന് കിണുങ്ങാതെ കാര്യം പറയടാ. ഓ എന്തേ നാണം കുടുങ്ങി. ഇതാണ് നമ്മുടെ ഏരിയ, കരിമങ്കോട് വനം. മഴ പെയ്യണ് മഴ തെന്നിപ്പായ. 9:45 ഒരു ബസ്സുണ്ടെന്നാണ് നാദി പറയുന്നത്. വരുവാടാ നാദി? 9:45. നീ എത്ര മണിക്കാണ് പറയണത് ബസ്? 10 മണിക്ക് ബസ്സുണ്ടെന്നാണ് ആസിഫ് പറയുന്നത്. 9:45 10 നോക്കാം. സമയം 9:45. വണ്ടി വിടറാ. 10 മണിക്ക് ഇനി. ശരിയാടാ. ഇന്നോടൊപ്പം സ്റ്റാൻഡ് എത്തിയിരിക്കുകയാണ്. ആദ്യം ഇരിക്കാൻ സീറ്റ് കിട്ടി. മനസ്സിലേ എങ്ങനെയുണ്ട് ബസ് യാത്ര? അതേടാ താങ്ക്സ്. അത് പേരെന്താണ്? ഇവിടെ പാലൂടാണ്. ശരിയാണ്. പക്ഷേ ബസ് യാത്ര എങ്ങനെയുണ്ട് കേട്ടാ? ബസ് എന്ന് പറയണ നീ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ കണ്ടുണ്ടോ? മസീബ് കണ്ടിട്ടില്ല. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. നമ്മളങ്ങനെ തമ്പാനൂർ സ്റ്റാൻഡ് എത്തിയിരിക്കുകയാണ്. ആസിഫിന് മൂത്രം ഒഴിക്കണം. ഇത് തലപതി പേര് കേട്ട അധിപതി. നമ്മൾ തമ്പാനൂരിൽ നിന്ന് നെയ്യാറ്റിങ്കര ബസ് കയറി. വെള്ളയാണിയാണ് ഇനി പോകാനുള്ളത്. ഒരുത്തനും ഇവിടെ നിന്നാണ് ബസ് കയറേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. സ്ഥിരം തിരുവനന്തപുരം വരുന്നവനാണ് അന്ന് ആദ്യം. അവനോട് അറിഞ്ഞുകൂടാ. തിരുവനന്തപുരം കണ്ടിട്ടില്ലാത്തവനാണ്. അവനൊന്നും അറിഞ്ഞുകൂടാ. എനിക്കാണെങ്കിൽ ഒരു കിണയെ അറിഞ്ഞുകൂടാ. തമ്പാനൂരിൽ നിന്ന് നെയ്യാറ്റിങ്കര പോകാൻ വേണ്ടി തൃശ്ശൂർ ബസ് കയറി തിരിഞ്ഞിരിക്കാൻ പറഞ്ഞവനാണ് ഇവൻ. എത്ര വയസ്സായടാ നിനക്ക്? ബസ് കയറി സ്ഥലങ്ങളെ കണ്ടു പോവാം. എന്തെങ്കിലും മണ്ടത്തരങ്ങൾ പറ. അങ്ങനെ നമ്മൾ വെള്ളായണി എത്തി. ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ച് വേണം പോവാൻ. മഴയായതുകൊണ്ട് കറക്റ്റ് പ്രോപ്പർ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വ്ളോഗ് വീഡിയോ, മഴയും തിരക്കും ബസ്സിലെ തിരക്ക്. അപ്പോൾ അതുകൊണ്ട് സഹിക്കുക ഇതൊക്കെ കണ്ട്. ഓക്കെ, വെള്ളം വേണോടാ? എടാ വെള്ളം കുടിക്കണോ? തിരിച്ചു വരുമ്പോൾ കുടിക്കാം.
ഷോപ്പിലെത്തിയിരിക്കുകയാണ്, സിയോണിലെത്തിയിരിക്കുകയാണ്. അത് ആസിഫ് തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പോൾ നമ്മളെ വണ്ടിയെ പോയി കാണാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇത്രയും ലുക്കാക്കി തന്നത് നമ്മുടെ സിയോൺ എന്ന് പറഞ്ഞ ഷോപ്പാണ്. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് അവർക്ക് നമുക്ക് ചോദിക്കാം. പറയട്ടെ, എന്തൊക്കെയാണ് ഇത് ചെയ്തത്? നമ്മൾ ആക്ച്വലി ഈ ഒരു ഇഗ്നിസിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന മെയിൻലി ഡീക്രോം ആണ്. ഡീക്രോം എന്ന് പറയുമ്പോൾ വെഹിക്കിളിൽ ക്രോം ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ഏരിയ ഡീക്രോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പെയിന്റിങ്ങിന് സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ 3 year വാറണ്ടി ഉള്ള പെയിന്റിംഗ് ആണ് ഈ ഒരു വെഹിക്കിളിൽ ചെയ്തിരിക്കുന്നത്. ഗ്രാഫൈൻ കോട്ടിംഗ് ചെയ്തിട്ടുണ്ട്. പെയിന്റിങ്ങിന് 3 year വാറണ്ടി വരുന്നുണ്ട്. സോ ഇൻ കേസ് നമ്മൾ ഈ റീപെയിന്റ് ചെയ്ത ഏരിയയിൽ എവിടെയെങ്കിലും കളർ ഫെയ്ഡ് ആവുകയോ അല്ലെങ്കിൽ പെയിന്റ് പീൽ ഓഫ് ആവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ നാച്ചുറൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് റീപെയിന്റ് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട്. പിന്നെ അതിന് പുറമെയാണ് ബോഡിയിൽ 3 year വാറണ്ടി ഉള്ള അഡക്സോയുടെ ഗ്രാഫൈൻ കോട്ടിംഗ് ആണ് ഇപ്പോൾ ഈ ഒരു വെഹിക്കിളിൽ ചെയ്തിരിക്കുന്നത്. നമുക്കത് 1.5 yearലാണ് റീകോട്ടിംഗ് വരുന്നത്. പിന്നെ ഈ ഡീക്രോം ചെയ്തതിൽ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് ഈ ഗ്രില്ല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രില്ല് ഓരോ സ്ലേറ്റ്സും നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് റീപെയിന്റ് ചെയ്തിരിക്കുന്നത്. നോർമലി ഇതിനെ കവർ ചെയ്ത് വെച്ച് നമുക്ക് പെയിന്റ് ചെയ്യാം, പക്ഷെ അങ്ങനെ കവർ ചെയ്ത് വെച്ച് ഈ എഡ്ജസ് ഒന്നും തന്നെ പ്രോപ്പർ ആയിട്ട് ഫില്ല് ആവില്ല. നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് വെച്ച് സെപ്പറേറ്റ് ആക്കി പെയിന്റ് ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും പെർഫെക്ഷനിൽ തന്നെ ഒരു എഡ്ജസിലും പെയിന്റ് കയറാതെ വരിക അങ്ങനത്തെ ഡിഫക്റ്റ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അത് ഈ വെഹിക്കിൾ ഫുൾ ആയിട്ട് ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രോക്ക് മനസ്സിലായി. എന്തായാലും നല്ല രീതിക്ക് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ഷോപ്പിൽ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണ്? നമ്മൾ കൂടുതലും റീസ്റ്റോറേഷൻ ഡീറ്റെയിലിംഗ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഒരു കാറിന് ഒരു ബൈക്കിന് വേണ്ട എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് 4 wheelers ആണ്. 4 wheelers. അതെ. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ കാറോ ബൈക്കോ ഇതുപോലെ റീസ്റ്റോറേഷനോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിയോൺ എന്ന് പറഞ്ഞ ഷോപ്പിൽ ധൈര്യമായിട്ട് കൊണ്ടുവരാം. 100% ജെനുവിനാണ്. നമ്മുടെ കാർ ഇവിടെയാണ് ചെയ്തത്. വെള്ളയാണിയാണ് ഇവിടെ ലൊക്കേഷൻ. പിന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ, അവരുടെ ലൊക്കേഷൻ, അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ശരി ബ്രോ, കാണാം. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം നമ്മൾ വണ്ടിയൊക്കെ സെറ്റാണ്. എങ്ങനെയുണ്ടാ ആസി? ഇഷ്ടപ്പെട്ടാ? എങ്ങനെയുണ്ട്? കൊള്ളാമല്ലോ? കൊള്ളാം. നമുക്ക് 3 പേർക്കും ഇഷ്ടപ്പെട്ട്. ഇനിയിപ്പം നേരെ വീട്ടിലോട്ടാണ്. പിന്നെ ഫുഡ് അടിക്കണം അല്ലേ? എവിടെയെങ്കിലും കയറി ഒന്ന് ഫുഡ് അടിക്കണം. നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. പിന്നെ ഷോപ്പിൻ്റെ പേര് മറക്കണ്ട, സിയോൺ. 100% പക്കായിട്ട് അവരെല്ലാം ചെയ്തു തരും. 3 പേര് ചേർന്ന് നടത്തുന്ന ഒരു ഷോപ്പാണത്. അപ്പോൾ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഫുള്ളും കൊടുത്തിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഫുള്ളും താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.